ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സുപ്രഭാതം ചെറിയ മഴയിലാണ് തുടങ്ങിയത്. മലയിൽ മഞ്ഞ്, കോടമഞ്ഞ് ഇറങ്ങണത്. ഞാനുള്ളത് മണപ്പാട്ടി ഇറയിലാണ്. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്ലാൻ മണപ്പാട്ടുകാർക്ക് ചുറ്റും ഒരു റൗണ്ട് നടക്കുക. അപ്പോൾ നമുക്കൊരു എക്സസൈസ് ആയില്ലോ. ദെൻ ഇവിടെ നിന്ന് നേരെ കനാല് സൈഡ് റോഡുണ്ട്, നല്ല രസാ റോഡ്. ഞാൻ കാണിച്ചു തരാം. ആ റോഡ് വഴി നേരെ ഇല്ലിത്തോട്ടിലേക്ക്, ഇല്ലിത്തോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ ചെന്ന് വിനോദിയേണ്ട കടയുണ്ട്. ആ കടയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അവിടെ നിന്ന് ഒരു ചായ, 2 അപ്പം, ഒരു മുട്ടക്കറി, നല്ല ടേസ്റ്റാണത്. അതൊക്കെ കഴിച്ച് തിരിച്ച് ആറാട്ടുകടവുണ്ട്, അവിടെ വന്നൊന്ന് കുളിച്ച് വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. എങ്ങനെയുണ്ട്? കനാലിൻ്റെ സൈഡിൽ കൂടി എന്താ ലുക്കല്ലേ? ഇതിൻ്റെ വെറുതെ നമ്മൾ നടക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നമ്മളെന്താ പറയുക, വണ്ടി കൊണ്ട് ഓടിച്ചു പോകാനൊക്കെ നല്ല രസമാണ്. ഒരു ഇഷ്ടംപോലെ കുരങ്ങുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇന്ന് ഒറ്റ കുരങ്ങനെ കാണുക. എങ്ങനെയുണ്ട് വഴി? ഇവിടെയല്ലേ അടിപൊളി വഴിയല്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഒരു രക്ഷയില്ലാത്ത വഴിയാ. ഇതിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ആംബിയൻസ് വരും, പോസിറ്റീവ് എനർജി വരും, ചാർജ് ആവും. ഇനി ഞാനൊരു അക്കുഡേറ്റ് കാണിച്ചു തരാം. പുലിമുരുകൻ സിനിമയൊക്കെ പിടിച്ച അക്കുഡേറ്റാണിത്. അതായത് പുലിമുരുകൻ സിനിമയിലെ ലോറിയിൽ ഒരു വിഷ്വല് ഉണ്ട്. ആ ലോറിയിൽ വന്ന വിഷ്വല് അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്ന അക്കുഡേറ്റ് ഈ അക്കുഡേറ്റാണ്. എങ്ങനെയുണ്ട്? ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡ് മലയാറ്റൂർ മല. അതിന് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് കുറച്ചുകൂടി മഴ വന്നാലാണ് ആ വെള്ളച്ചാട്ടം അടിപൊളിയാവുള്ളൂ. ഇപ്പോൾ വെള്ളം കുറവായിരിക്കും ആക്ച്വലി. എന്താ, തോട്ടിൽ വെള്ളമില്ല, വെള്ളം ഉണ്ടാവില്ല. നമുക്ക് ഇനിയും പോകണോട്ടോ വിനോദൻ്റെ കടയിലേക്ക്. ഈ അക്കുഡേറ്റും കടന്ന് കണ്ടാ, ഈ അക്കുഡേറ്റിൻ്റെ ഒരു കറക്റ്റ് ഒരു ബൈക്ക് പോകാനുള്ള വഴിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഞാൻ പറ്റിയാൽ കാണിച്ചു തരാം. കാരണം കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചോളൂ. കാരണം പൂക്കളിൽ കിടന്നിട്ട് കണ്ടാ, മോളിൽ നിന്ന് ആ പൂക്കളിൽ കിടന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്കുണ്ടായി. നല്ല രസമായിരിക്കില്ലേ? ഒരു ദിവസം വന്ന് എടുക്കാം. അവിടെ ഇങ്ങനെ കിടക്കും, എന്നിട്ട് മുകളിൽ ക്യാമറ വെച്ചിട്ട് നൈസായിട്ട് എടുക്കാനുള്ളൊരു പരിപാടിയാണ്. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? ഇതാണ് കനാലിൻ്റെ വഴി. പൊളിയല്ലേ? അപ്പം ഞാനേ ഈ വഴി ഈ പാട്ടുകളും കേട്ടിങ്ങനെ പോട്ടെ. പല്ലിയാമ്പൽ പൂവ് എന്ന് പറഞ്ഞ പാട്ടാണ് കേൾക്കണേ. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. മഴ പയ്യെ പൊടിഞ്ഞോട്ടെ, കുഴപ്പമില്ല, മഴ നമുക്ക് ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വഴിയുടെ മധ്യഭാഗത്താണ്, കനാലിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയുടെ. ഇവിടെ എനിക്ക് തലയ്ക്ക് മുകളിൽ ഒരു അത്ഭുതമുണ്ട്. അതായത് ആരും ആഗ്രഹിക്കുന്നതാണ് ഈ കാടിൻ്റെ നടുവിൽ അങ്ങനെ ഒരു അത്ഭുതം. കാണാം, കണ്ടോ? എന്താണെന്ന് മനസ്സിലായോ? ചെറിയൊരു ഏറുമാടമാണ് കാടിൻ്റെ ഉള്ളിൽ. എന്താ, രാത്രി എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ആളുകൾ ഫോറസ്റ്റുകാരായാലും വന്ന് കിടക്കണ്ടാവുമായിരിക്കും. അല്ലാതെ എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമില്ലെന്ന് നോക്കി, മുകളിലേക്ക് കയറിയിട്ട് കയറാനുള്ള വഴികളും അടിപൊളിയല്ലേ? എൻ്റെയൊക്കെ ഡ്രീമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വന്നൊരു ദിവസം കിടക്കുക എന്നുള്ളത്. കൊള്ളാമല്ലേ? നമുക്ക് പോവാം. ഞങ്ങളേ നോക്കി വലിയൊരു പരുന്താന്ന് തോന്നണം. ഉണ്ടോ? ഓണമൊക്കെയുണ്ടോ കേട്ടോ? എനിക്കിഷ്ടപ്പെട്ട ലൊക്കേഷൻ. ഇവിടെ വന്ന് കുറേ നേരം നിൽക്കാറുണ്ട്. നൈസ് ലൊക്കേഷനല്ലേ? പറന്നുപോയി. നമ്മളൊന്ന് തിരിഞ്ഞപ്പോഴേക്കും അവൻ പറന്നുപോയി. കുയിലുണ്ടോ നോക്കിയതാ, കുയിലില്ല. നമ്മളെ ഇല്ലിത്തോടെ എത്താറായി.
അത് ഈ കനാലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനോജേൻ്റെ കടയിൽ വിനോജേൻ്റെ കട ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ അപ്പവും മുട്ടക്കറിയും നമുക്ക് കഴിക്കാം, ഒരു ചായയും കുടിക്കാം. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല രസമാണ്. മിന്നികളെ ഫ്രണ്ട് വ്യൂ ആണോ? ചോന്ന് പോക്ക് കിടക്കണ നോക്കി നൈസല്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ട് ഈ പൂക്കള് അതുപോലെ. ഇനി നമുക്ക് നേരെ മെയിൻ ജംഗ്ഷനിലേക്ക് ഇറങ്ങും, ഇല്ലിത്തോട് ജംഗ്ഷനിലേക്ക് കേട്ടോ. ഒരു ആലൊക്കെ നിൽപ്പുണ്ട്. നിലവിൽ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറങ്ങണല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഇറങ്ങണല്ലേ, ഈ ഇറങ്ങണതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ആ വണ്ടി തന്നെ ഉണ്ടോ ബൈക്ക്, ആ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടായി. ഇല്ലിത്തോട് എത്തി ഗൈസ്. അങ്ങനെ ഇല്ലിത്തോട് നമ്മുടെ ചേട്ട കട കാണിച്ചു തരാട്ടാ. നമ്മുടെ ചേട്ട കട കാണിച്ചു തരാം. യെസ്, ഇതാണ് മോനെ പേരിടാത്ത വിനോജേൻ്റെ ചായക്കട. യെസ്, ഇതാണ് വിനോജേൻ്റെ ചായക്കട. നമുക്ക് ഇവരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഒരു ചായ, രണ്ടപ്പം മുട്ട കറി കഴിക്കാൻ താറാമുട്ടല്ലേ? വേറെ എന്തെങ്കിലും വിശേഷം? ഇപ്പൊ വൈകിട്ട് കടയിൽ പോണം വരുമ്പോ അവര് ഇന്ന് പ്രത്യേകിച്ചാ. ഇന്ന് ഇവിടെ വന്നത് തന്നെ ഒരു പ്രത്യേകതയാണോ? വിനോജന്റെ അടുത്ത് വന്നൊരു ചായ കുടിക്കാ, ഇന്നത്തെ സ്പെഷ്യല്. വേറെ എന്തെങ്കിലും വിശേഷം? സീസൺ ഏറെക്കുറെ കഴിച്ചു. ഇനിയിപ്പോ സാധനത്തിനോ അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും. കഴിച്ച് ഇനി പിന്നെ അഭിപ്രായം ഞാൻ പറഞ്ഞ പോലെ എവിടെയായിരുന്നു ഒരു കഴിക്കാനോ? ചേട്ടാ അടിപൊളി. നമ്മൾ വിനോദേൻ്റെ കടയിലെ ചായ കുടി കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് ആറാട്ടുകടവിലേക്ക് പോകാം. ആറാട്ടുകടവിൽ പോയി ഒരു കുടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി രാവിലത്തെ പരിപാടികൾ പങ്കു. ഓക്കെ, നമ്മൾ തിരിച്ച് ആറാട്ടുകടവിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല വന്നെ, നമ്മൾ മെയിൻ റോഡ് വഴിയാണ് വന്നെ. മെയിൻ റോഡും ഭയങ്കര ഭംഗിയാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലിയും കാടും. നമ്മളെൻ്റെ ഇവിടെ ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ ആദ്യം പോയ വഴി. അവിടെ ഇത് അവിടെ നിന്ന് ഒരു ഇത്തിരി നീങ്ങിയിട്ടാണ് നമ്മൾ വരണത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു വ്യൂ ആണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് വേണം പോകാനായിട്ട്. നമ്മളെ കുറച്ച് ഉൾവഴിയാണ് പോണത്. ഉൾവഴി പോണത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത് അതേ ഇവിടെ ഇവിടുന്ന് നേരെ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറാട്ടുകടവ്. ആറാട്ടുകടവിലേക്ക് ഇറങ്ങണ
വഴിയുണ്ട്. ആ വഴിയുടെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞ നമ്മുടെ കടവിലേക്ക് എത്താൻ പോകുന്നു. നോക്കിയേ, ഇത്രയും ഭംഗിയിൽ ഇത്രയും പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കണ ഒരു കടവ് ഉണ്ട്, വേറെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ല രസം ഇത് കണ്ട. ആരുമില്ല, ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ഞായറാഴ്ച ഒന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. ഞായറാഴ്ചയ്ക്ക് ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഇതാണ് നമ്മുടെ കടവ്. ഉണ്ടാ ഇല്ലികൾ പയ്യെ പുഴയിലേക്ക് താഴ്ന്നു നിൽക്കണോണ്ട് വെയിലത്താണെങ്കിലും തണലുണ്ടാവും. ഇത് ഭംഗിയായിട്ട് ഒഴുകണേ നോക്കി. ഇവിടെ നമുക്കൊരു കുളി കുടിക്കാം. അപ്പോൾ നമ്മൾ ആറാട്ടുകടവിലെത്തി. ഇനി കുളിക്കുക എന്നുള്ളതാണ്. വണ്ടി വന്നു പോവോ? ഇല്ല, നമ്മളെ തോർത്തൊക്കെ എടുത്തിട്ട് കുളിക്കട്ടെ കേട്ടാ. ഈ പുറകിൽ കുരങ്ങന്മാർ വരാറുണ്ട്. ഇവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. മഴയായിട്ട് അങ്ങോട്ട് പോയെന്ന് നിങ്ങളൊക്കെ. അപ്പം എന്നൊന്ന് കുളിക്കട്ടെ. കുളി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ചെറിയ പ്ലാനിങ് കഴിഞ്ഞല്ലോ. രാവിലത്തെ കുറേ സമയം അങ്ങനെ അങ്ങോട്ട് സുന്ദരമായി പോയി കിട്ടും. ഇതിപ്പോൾ ഇട ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഞായറാഴ്ചയൊക്കെയാണ് വന്നെങ്കിൽ ഇവിടെ നിറച്ച് ആൾക്കാരായിരിക്കും. ഇട ദിവസം ഇതുപോലെ പോരെ വന്ന് സുരക്ഷിതമായിട്ട് കുളിച്ച് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ ആഴമാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങണ്ട, നമുക്ക് ആഴമില്ലാത്തടത്ത് ഇറങ്ങി സുഖമായിട്ട് കുളിക്കാം. നല്ല തെളിഞ്ഞ വെള്ളമല്ലേ, നല്ല ഒഴുക്കുള്ള വെള്ളമല്ലേ. എന്നാൽ പിന്നെ കുറച്ച് നേരം കുളിക്കട്ടെ കേട്ടോ. സൂപ്പർ, ഉഗ്രം. ചെറിയ കാറ്റും കൂടി വീശുമ്പോഴേ നമ്മൾ ഈ പുളി കയറി കഴിയുമ്പോൾ കാറ്റ് വീശുമ്പോൾ നല്ല സുഖമാണ്. ഈ മഴ പെയ്തിട്ട് തന്നെ വെള്ളമായതുകൊണ്ട് തണുപ്പിത്തിരി കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു 4 ഇഞ്ച് ശരീരത്തിനുള്ളിലേക്ക് തണുപ്പില്ല. ഇനി ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് എത്താണെങ്കിൽ ഇനിയും വെള്ളം പൊങ്ങും. അതായത് ഇപ്പോൾ ഞാനൊക്കെ നിങ്ങളോട് മുങ്ങിപ്പോകും. ആ ടൈമിൽ കട്ട കലക്കല്ലായിരിക്കും വന്നെ, കട്ട കലക്കൽ. ഇത്രയും തെളിവുണ്ടാവില്ല. ആ വന്ന വെള്ളത്തിന് നമ്മുടെ ഒരു 1/2 ഇഞ്ചോളം ഉള്ളിലേക്ക് ആ തണുപ്പ് കയറി പോകും. അതും ഒരു സുഖമാണ്. പിന്നെ താളിയൊക്കെ ഇട്ട് കുളിക്കുകയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഇനി എന്നാൽ വീട്ടിലേക്ക് പോവാം. ബൈ ബൈ. കൂട്ടുകാരെ, കുളിയോടുകൂടി നമ്മുടെ രാവിലത്തെ പ്ലാൻ കഴിഞ്ഞു. ഇവിടെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു, നല്ല രസം. പോകാൻ തോന്നല്ല. ഫ്രഷായിട്ട് തന്നെ ഇരിക്കുമ്പോഴേ ശരീരമൊക്കെ ഇറക്കാണ്ട് നല്ല സുഖമായിട്ട് ഇരിക്കുമ്പോൾ രസമാണ്. ഈ നാച്ചുറൽ കാറ്റിന് സുഖം ഉണ്ടല്ലോ. പോവാന്നാ. അപ്പോൾ കുളി കഴിഞ്ഞു.
അപ്പോൾ ആറാട്ടുകടവിനോട് ടാറ്റാ. ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, ആറാട്ടുകടവ് അമ്പലം. അവിടുത്തെ ദേവി ആറാട്ട് മൂന്നുകൊണ്ടാണ് ഈ കടവിന് ആറാട്ടുകടവ് എന്ന് പേര് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ കരുതുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ, ഞായറാഴ്ച രാവിലെ അമ്പലത്തിൽ പോണതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അത് അവിടെ രാവിലെ കഞ്ഞിയൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. അവിടെ ചെന്ന് അതേപോലെ അവിടെ ചെന്ന് ആ കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അത് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ രാവിലത്തെ പ്ലാനിങ്ങിലെ ലാസ്റ്റ് ഐറ്റം ആറാട്ടുകടവിലെ കുളി. അപ്പോൾ അത് കഴിഞ്ഞ് പോവേണ്. പോയിക്കോട്ടെന്നാ, എന്താ പറയണേ, സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് പോവേണ്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ അറിയാതെ മനസ്സിൽ വരുന്ന അപ്രതീക്ഷിതമായ പ്ലാനുകളുമായി ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്ത് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും പറയാം, കമൻ്റായിട്ട് പറയാം. നിങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.